അങ്ങനെ വണ്ടി കാട്ടിക്കുളവും വിട്ട് തിരുനെല്ലി ഭാഗത്തേക്ക് ഓടിത്തുടങ്ങി. ഇന്നത്തെ യാത്ര 32 വർഷങ്ങൾക്ക് പുറകിലേക്കുള്ളൊരു യാത്രയാണ്. എൻ്റെ ആദ്യ വിദ്യാലയത്തിലേക്ക്, അസിസി LP സ്കൂൾ, ചേലൂർ. വളരെ ഇമോഷണലായൊരു യാത്രയാണ്, അതേപോലെ എക്സൈറ്റിങ്ങുമാണ്. പണ്ട് നടന്നു പോയിരുന്ന വഴിയിലൂടെ 32 വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു വണ്ടിയിൽ വന്നു. അതേ സ്കൂളിലേക്ക്, അതേ കാഴ്ചകളിലേക്ക്. എന്തൊക്കെയാണ് അവിടെ കാത്തിരിക്കുന്നത് എനിക്കറിയില്ല, എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്നും എനിക്കറിയില്ല. കണ്ടു തന്നെ അറിയാം. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ മാറ്റമാണ്. ഈ വലിയൊരു കെട്ടിടം എനിക്കൊരു പുതുമയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയൊരു കെട്ടിടമേ അവിടെയില്ല. ചെറിയൊരു സ്കൂളും ആ ഗ്രൗണ്ടും ആ ഒരു സ്റ്റേജും മാത്രമേ എൻ്റെ ഓർമ്മകളിലുള്ളൂ. പതിവില്ലാത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാവണം ബോയ്സ് ഹോമിൻ്റെ രക്ഷാധികാരിയായ അനൂപ് ഫിലിപ്പ് അച്ഛൻ താഴേക്ക് വന്നു. ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ സ്കൂൾ തേടി വന്ന് എന്നെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ പതുക്കെ മുന്നോട്ടേക്ക് നടന്നു. ഈ കാഴ്ചകളൊക്കെ എൻ്റെ ഓർമ്മയിൽ എവിടെയോ ഉണ്ട്. ഈ ചെറിയ സ്കൂളും ഈ ഗ്രൗണ്ടും ഈ ഒരു സ്റ്റേജും ഒക്കെ അന്നത്തെ കാഴ്ചകൾ തന്നെയാണ് എനിക്ക്. എവിടെയൊക്കെയോ എൻ്റെ ഓർമ്മകളിൽ ഈ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ ഹൃദ്യമായാണ്, വളരെ സ്നേഹത്തോടുകൂടിയാണ് എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. ഒരുപാട് വിശേഷങ്ങൾ എന്നോട് പങ്കുവച്ചു. സ്കൂളിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞു തന്നു, ബോയ്സ് ഹോമിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു തന്നു. അത്രയും സ്നേഹത്തോടെ ഫാദർ ഞങ്ങളെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പുള്ളിക്ക് ഇത്ര കാലം കഴിഞ്ഞിട്ട് ഒരു പഴയ വിദ്യാർത്ഥിയെ സ്കൂൾ തേടി വന്നതിൻ്റെ ഒരു സ്നേഹം പുള്ളിയുടെ ഓരോ വാക്കുകളിലും എനിക്ക് അനുഭവിക്കാൻ പറ്റി. പക്ഷേ എൻ്റെ ക്ലാസ് റൂം ഏതാണെന്ന് എനിക്ക് എത്ര ശ്രമിച്ചിട്ട് ഓർക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു നോക്കി. ഇതായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് കുറേ നടന്നു. പക്ഷേ എൻ്റെ ഓർമ്മകളിൽ ആ ക്ലാസ് റൂമും എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരുടെ ഒന്നും മുഖം പോലും ഓർമ്മയില്ല. 32 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ലല്ലോ. ഞങ്ങളന്ന് തിരുനെല്ലിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വന്നും പോയിരുന്നത് ബസ്സിന്. അപ്പോൾ അതൊക്കെ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും മായാതെ കിടക്കുന്ന കുറേ ചിത്രങ്ങളാണ്. അപ്പോൾ അച്ഛനോട് ഞാൻ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആ സമയത്ത് അവിടെ പഠിച്ചിരുന്ന ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചെങ്കിലും എനിക്ക് ഒരാളെയും ഒരു മുഖവും ഒരു പേരും ഒന്നും ഓർത്തെടുത്ത് പറയാനേ കഴിഞ്ഞില്ല. വളരെ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്നൊരു യാത്ര തന്നെയാണ് ആദ്യമായി പഠിച്ച സ്കൂളിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. അതേ ഒരു ഫീൽ തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. അവിടെ നിന്നപ്പോൾ എന്താണ് കൃത്യമായി എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നതെന്ന് എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരുപാട് ഇമോഷൻസ് മാറി മറിഞ്ഞ്, എന്നാൽ ഒന്നും ഒരു മുഖങ്ങളും ഒരു പേരും ഓർക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു വശത്ത്, എന്നാൽ കൂട്ടുകാരെ ഒന്നും ഓർക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും ക്ലാസ് റൂം മറന്നുപോയതിൻ്റെയൊക്കെ ഒരു വിഷമവും ആ സമയത്ത് എനിക്ക് ശരിക്കും തോന്നി. അങ്ങനെ അച്ഛൻ എന്നെ കൂട്ടി ഓഫീസ് മുറിയിലേക്ക് പോയി. അവിടെ പഴയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരുപാട് ഫോട്ടോസും ഒക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഓർമ്മ വരുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഓഫീസ് റൂമിലേക്ക് പോയി. അച്ഛൻ താക്കോലൊക്കെ എടുത്തിട്ട് വന്ന് ഓഫീസൊക്കെ തുറന്ന് എന്നെ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. പഴയ അധ്യാപകരുടെയും പഴയ വിദ്യാർത്ഥികളുടെയൊക്കെ ഫോട്ടോസ് കാണിച്ചു തന്നു. പക്ഷേ ഞാൻ ഒരേ ഒരു വർഷം ഇവിടെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് മുഖങ്ങളും പേരുകളൊന്നും ഓർത്തു വെക്കാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നുമില്ല. ഫോട്ടോസൊക്കെ നോക്കിയിട്ടും എനിക്ക് ആരെയും ഓർത്തെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് ശരിക്കും തോന്നിയിരുന്നു അന്നേരം. എന്ത് ചെയ്യാനാണ്, 32 വർഷങ്ങളെന്ന് പറയുന്നത് വലിയൊരു കാലയളവാണല്ലോ. ഈ സ്കൂളിൻ്റെ വരാന്തയിലിരുന്ന് ചോറുണ്ടതും ചോറ് കൊണ്ടുപോകാത്ത ദിവസങ്ങളിൽ ഉച്ചക്കഞ്ഞി കുടിച്ചതുമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ വരാന്തയൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ഓർമ്മ അത് തന്നെയാണ്. അച്ഛൻ എന്നോട് ബോയ്സ് ഹോമിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അവിടുത്തെ കാര്യങ്ങളും കുട്ടികളുടെ പഠനച്ചെലവും ഉപകരണങ്ങളുടെ കുറവുമൊക്കെ എന്നോട് പങ്കുവച്ചു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. അച്ഛൻ്റെ ഇത്രയും ഒരു സഹകരണം ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് അപരിചിതനായ എന്നോട് ഇത്രയും സമയം ചെലവഴിക്കുമെന്നും ഇത്രയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുമെന്നും ഒന്നും പ്രതീക്ഷിച്ച് നമുക്കിവിടെ പോകാൻ പറ്റില്ലല്ലോ.
ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവിടെ പോകാൻ തോന്നിയത് ഒരു ഭാഗ്യം പോലെ എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെ അച്ഛനോട് യാത്ര പറഞ്ഞ് അസിസി സ്കൂളിനോടും യാത്ര പറഞ്ഞ് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഈ കാണുന്ന ബസ് സ്റ്റോപ്പിന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥാനമുണ്ട്. ഞങ്ങൾ 3 കുട്ടികൾ തിരുനെല്ലിയിൽ നിന്ന് ആ സമയത്ത് ഇവിടെ പഠിക്കാൻ വന്നിരുന്ന 3 പേര്, അബി, അഗി, ആശ, പിന്നെ ഞാൻ. ഞങ്ങൾ ഒരു ദിവസം സ്കൂൾ വിട്ടിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ തിരുനെല്ലിക്കുള്ള അവസാന ബസ്സും വിട്ടുപോയി. അങ്ങനെ ഞങ്ങളൊരു രാത്രി 8-9 മണി വരെ ഈ ബസ് സ്റ്റോപ്പിൽ പേടിച്ച് വിറച്ചിരുന്ന ഒരു കഥ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇതുവഴി എപ്പോൾ കടന്നു പോയാലും. അന്ന് ഇവിടെ ഭീകരമായ വന്യമൃഗശല്യമുള്ളൊരു സമയമാണ്. ഇന്ന് കുറവാണെന്നല്ല, ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ എനിക്ക് പോകാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അന്നങ്ങനെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇല്ലാതിരുന്ന ഒരു KSRTC സർവീസ് അന്ന് മുതൽ തുടങ്ങുകയും ദൈവം അയച്ചതുപോലെ പോലെ വരികയും ചെയ്തുകൊണ്ടാണ് ഞങ്ങളന്ന് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയത്. ആ ഒരു ഓർമ്മ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അന്ന് എൻ്റെ ഒരു പിറന്നാൾ ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തല്ലൊന്നും കിട്ടാതെ രക്ഷപ്പെട്ടതായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഓർമ്മ ഇതുവഴി എപ്പോൾ കടന്നു പോയി കഴിഞ്ഞാലും ഈ ബസ് സ്റ്റോപ്പ് വഴി കടന്നു പോകുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം അതാണ്. അതുകൊണ്ട് ഈ ഒരു ബസ് സ്റ്റോപ്പിന് എൻ്റെ ലൈഫിൽ ഒരുപാട് ഒരു സ്ഥാനം ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. അത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഓർമ്മയാണ്. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു തമാശ പോലെ തോന്നുന്നുണ്ടെങ്കിലും അന്ന് ഞങ്ങൾ പേടിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോവുക, ഒരുപാട് ഓർമ്മകളെ തിരികെ പിടിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.